അമ്മ എന്ന് വിളിച്ച് നിങ്ങൾ വീട്ടിലേക്ക് ഓടിയെത്തുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മയുണ്ടാവും. ഒരു നിമിഷം നിങ്ങൾ വിളിച്ചുകൊണ്ട് ഓടി വരുമ്പോൾ ആ വിളി കേൾക്കാൻ നിങ്ങളുടെ അമ്മയില്ലാത്ത ആ ഒരു സെക്കൻഡ് നിങ്ങളുടെ മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കും. അത് വല്ലാത്തൊരു വേദനയാണ്. ഉള്ളപ്പോൾ അറിയില്ല, കണ്ണിരിക്കുമ്പോൾ കണ്ണിന് വില അറിയില്ലെന്ന് പറയും. സത്യമാണ്. നമ്മുടെ അരികിൽ നമ്മൾ വിളിക്കുന്ന വിളി കേൾക്കാനും നമ്മളെ കുറ്റപ്പെടുത്താനും കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് എപ്പോഴും നമ്മളെ കൂടെ നമ്മുടെ അമ്മയുണ്ടാവും. പക്ഷേ ഇല്ലാതാകുന്നൊരു നിമിഷമുണ്ട്. ഉള്ളപ്പോൾ അമ്മ വഴക്ക് പറയുമ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തും, ഈ അമ്മയ്ക്കൊന്നും അറിയില്ല എന്ന് പറയും. അതൊക്കെ ചിരിച്ചുകൊണ്ട് നേരിടുന്ന ആ അമ്മ ഇല്ലാതാകുമ്പോൾ മാത്രമേ അമ്മയുടെ വില നമുക്ക് മനസ്സിലാവൂ. ഒരിക്കലും ഒരു മക്കളും അമ്മയെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. അമ്മയ്ക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞമ്മയെ നീക്കി നിർത്തരുത്. ഒന്നും അറിയാതല്ല, 10 മാസം നിങ്ങളെ ചുമന്നു അമ്മ പ്രസവിച്ചു. ഇത്രത്തോളം നിങ്ങളെ വളർത്തി വലുതാക്കിയ അമ്മയ്ക്കൊന്നും അറിയാഞ്ഞിട്ടാണ്. എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചു, എന്തെല്ലാം വേദനകൾ സഹിച്ചു നിങ്ങളെ ഈ പരുവാക്കിയെടുക്കാൻ ആ അമ്മ. അതുകൊണ്ട് ഒരിക്കലും ഒരു മക്കളും അമ്മമാരോട് സ്നേഹമില്ലായ്മയോടുകൂടി പെരുമാറരുത്. കൂടെ നിൽക്കുമ്പോൾ അറിയത്തില്ല. അമ്മയില്ലാത്ത ഏതെങ്കിലും ഒരു കൂട്ടുകാരനോടോ കൂട്ടുകാരിയോട് ചോദിച്ചു നോക്കണം. അമ്മയില്ലാത്ത ആ ദുഃഖം നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു നിമിഷം കണ്ണടച്ചൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. സ്കൂൾ വിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ അമ്മയില്ലാതെ ശൂന്യമായി കിടക്കുന്ന വീട്. നിങ്ങൾ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വഴക്ക് പറയാൻ അമ്മയില്ല. കഴിക്കാൻ ആഹാരം എടുത്ത് വെച്ചിട്ട് കഴിക്കാൻ പറയാൻ അമ്മയില്ല. ആ ഒരു അവസ്ഥയൊക്കെ ഒരു നിമിഷം മനസ്സിലൊന്ന് ചിന്തിച്ച് നോക്കും. അത് വല്ലാത്തൊരു വേദനയാണ്. അമ്മയില്ലാത്ത മക്കൾക്ക് മാത്രമേ ആ വേദന മനസ്സിലാവൂ. ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കാനുള്ള സ്നേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കൊടുക്കുക. മരിച്ചു കഴിഞ്ഞിട്ട് കണ്ണീരൊലിക്കൊണ്ടോ അമ്പലങ്ങളിൽ പോയതുകൊണ്ടോ മരിച്ച ഫോട്ടോയുടെ മുന്നിൽ ചോറ് വിളമ്പി വെച്ചതുകൊണ്ടോ ഒന്നും നിങ്ങൾക്ക് ആ നഷ്ടപ്പെട്ടു പോയതൊന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ജീവിച്ചിരിക്കുമ്പോൾ അവരെ സ്നേഹിക്കുക, അവരെ സന്തോഷിപ്പിക്കുക. അവർക്ക് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു മാക്സിമം അതൊക്കെ ചെയ്യുക. ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് സന്തോഷം കൊടുക്കുക.